ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് ചേർത്തുള്ള ഒരു പായസമാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ചവ്വരി അല്ലെങ്കിൽ സാബൂനരി എന്ന് പറയും, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇതിവിടെ പായസം റൈസ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴത്തേക്കൊരു നല്ല സ്മെല്ല് വരും. അന്നേരത്തേക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയും ഉണക്കലരിയും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വേവാൻ വേണ്ടി ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. സ്റ്റീം വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇത് വേവുന്ന സമയത്ത് ഈ പായസത്തിന് വേണ്ടിയുള്ള ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 400 ഗ്രാം ശർക്കരയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്ത ശർക്കരയാണ്. ഇതിലോട്ട് ഒരു 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ഇതിലോട്ട് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നന്നായിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ ചെറുപയർ പരിപ്പും അരിയും സാബൂനരിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ചെറിയ തീയിലിട്ട് ഒരു 10-20 മിനിറ്റ് എങ്കിലും ഈ ശർക്കരപ്പാനിയിൽ ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോഴത്തേക്ക് ആ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരും. ഞാൻ പിന്നെ ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ചെറിയ തീയിൽ കിടന്ന് ഒന്ന് വറ്റി വരട്ടെ. അന്നേരത്തേക്ക് ഇതിന് വേണ്ടിയുള്ള തേങ്ങാപ്പാലൊന്ന് എടുക്കണം. ഞാനിവിടെ ഒരു 2 തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 1.5 ഗ്ലാസ് ഒന്നാം പാലും ഒരു 3 ഗ്ലാസ് രണ്ടാം പാലും എടുക്കണം. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ച തേങ്ങയായതുകൊണ്ട് ഞാനതിൽ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അതിൽ നിന്ന് പാല് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഈ പായസത്തിൽ ചേർക്കാനുള്ള ഏലക്കായും അതുപോലെ തന്നെ ചുക്കും ജീരകവും കൂടി ഞാനിവിടെ ഈ പാത്രത്തിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാൻ പോകണം. എന്നിട്ട് വേണം അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി. ഞാനൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലൊഴിച്ചിരിക്കുന്ന ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ പൊടിച്ചെടുത്ത പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് പൊടിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചുക്കും ജീരകവും അതുപോലെ തന്നെ ഏലക്കയുടെ പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികൾ ചേർക്കുമ്പോൾ തന്നെ ഈ പായസത്തിന് പ്രത്യേക ഒരു മണം തന്നെയാണ്. ഇനി ഇതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാൻ പോകണം. 3 കപ്പ് രണ്ടാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ രണ്ടാം പാലിൽ കിടന്ന് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറച്ച് കുറുകി വരണം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലോട്ട് ഞാൻ ഇതിലോട്ട് ഒന്നാം പാലാണ് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു 1.5 കപ്പ് ഒന്നാം പാലാണ് ഇനി ഒഴിച്ചെടുക്കാൻ പോകുന്നത്. ഒന്നാം പാൽ എന്ന് പറഞ്ഞാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇത് ഒഴിച്ചിട്ട് ഇനി അധികം തിളപ്പിക്കുന്നൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കാൻ പോകണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പം അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും ഈ പരിപ്പ് പായസം ആയതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് അതൊന്ന് പാകത്തിന് കുറുകി വരും. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം പായം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല. അത് ഇഷ്ടമുള്ളവർക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം.
അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് ഉണക്കമുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ മുമ്പേ കുറച്ച് ഏലക്കായ അതുപോലെ ചുക്കിൻ്റെ ജീരകത്തിൻ്റെ പൊടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് ആ ചവ്വരിയും അതുപോലെ തന്നെ ഉണക്കലരിയൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇതിനിയും ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞ് വിളമ്പുന്നതായിരിക്കും നല്ലത്. ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. മധുരമൊക്കെ പാകത്തിനുണ്ട്. കുറച്ചുകൂടെ മധുരം വേണമെന്നുള്ളവർക്ക് ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.